ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ജാറിൽ ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ കൂടെ നമുക്ക് ആ ഒരു വെളുത്തുള്ളി, ഒരു എല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തേക്കണം. ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ്, ഒരു സ്വല്പം തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള അനുസരിച്ചിട്ടുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒഴിക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു പറ്റി കിടക്കുന്ന വെള്ളം മതിയല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു. ബാക്കി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെച്ചിട്ടുണ്ട്. റവ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ ഇച്ചിരി കളയുവാണേ. അപ്പോൾ നമുക്ക് ആ ബാറ്റർ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. റവ നോക്കി തന്നെ ഇടുക കേട്ടോ, കാരണം റവയിൽ ഇച്ചിരി ഉപ്പിൻ്റെ അംശമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് സ്റ്റവ് കത്തിച്ച് പാൻ വെക്കുകയാണ്. അപ്പോൾ ചമ്മന്തി കളിക്കാനാണ് ആദ്യം ഞാൻ പോണത്. ചമ്മന്തി വെച്ചിട്ട് വരണമല്ലോ. കുറച്ച് ഓയിൽ ആഡ് ചെയ്തു. കൊച്ചുള്ളിയും വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അതിനൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തേങ്ങയുടെ അരപ്പിൻ്റെ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറണ വരെ ഇത് ഇതാക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് പോകും, അതിൻ്റെ ടേസ്റ്റ് ഇവിടെ നിൽക്കണേ. അതുകൊണ്ട് ഞാൻ വേറെ ഇതാക്കുന്നത്. ആവശ്യത്തിനുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് ഇതാക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കൺസിസ്റ്റൻസി നോക്കി നമുക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ചൂടാക്കി വരുന്നുണ്ട്, തിളക്കാൻ നിൽക്കരുത്. നമുക്കകത്തേനും മാറ്റാം. നമ്മൾ എത്ര തിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചുട്ട് കാണിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള ബാറ്റർ ഇടുക, പരത്തി കൊടുക്കുക. അധികം ഇതാക്കുന്നില്ല.